വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലും ദക്ഷിണാഫ്രിക്കയും നടത്തിയ വാക്പോര് നമുക്കിവിടെ കാണാം. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ ആരോപണം വീണ്ടും തള്ളി. ഇസ്രായേലിന് വേണ്ടിയുള്ള വക്കീലന്മാർ തങ്ങൾക്ക് റഫേൽ ഹമാസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഇസ്രായേൽ അതിക്രമം നിർത്താൻ ഉത്തരവുണ്ടാകണമെന്ന് സൗത്ത് ആഫ്രിക്ക കോടതിയിൽ ആവശ്യപ്പെട്ടു. കാരണം ഇത് ജനസൈഡ് കൺവെൻഷന്റെ ലംഘനമാണെന്നായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വാദം. റഫേലെ സാധാരണ മനുഷ്യരുടെ അവസാന അഭയകേന്ദ്രമാണ് റഫ എന്നാണ് സൗത്ത് ആഫ്രിക്ക ഇവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ധാരാളം സിവിലിയന്മാർ റഫയിലേക്ക് കുടിയേറിപ്പാർത്തിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ റഫ ഹമാസിന്റെ കൂടി ശക്തി കേന്ദ്രമാണ്. ഈ അവസ്ഥ ഇസ്രായേലി പൗരന്മാർക്കും ഇസ്രായേലിന് തന്നെയും കടുത്ത ഭീഷണിയാണ്. കോടതിയിൽ ഇസ്രായേലിന്റെ പ്രതിനിധിയുടെ വാക്കുകളായിരുന്നു ഇത്. ഹേഗിൽ നിന്നും അൽ ജസീറ കറസ്പോണ്ടന്റ് സ്റ്റെബ് ബാസിന്റെ വാക്കുകൾ. ഹേഗിലെ കോടതിയിൽ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ വാദം, പ്രധാന വാദം റഫേൽ മാനുഷിക സഹായങ്ങൾ അതിന്റെ മുറക്ക് നടക്കുന്നുണ്ട് എന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം കള്ളമാണെന്നും റഫേലിലേക്കുള്ള ബ്രോഡർ ക്രോസ് ഒരിക്കലും അടച്ചിട്ടില്ലെന്നുമായിരുന്നു. ഒരിക്കൽ റഫേൽ ഹമാസിന്റെ ആക്രമണം മൂലമാണ്. ദക്ഷിണാഫ്രിക്കയുടെ മറ്റൊരു വാദം ഗസക്കാരുടെ അവസാന അഭയകേന്ദ്രമാണ് റഫ എന്നായിരുന്നു. അതിനും ഇസ്രായേൽ പറയുന്നത് അത് ഹമാസിന്റെ ശക്തി കേന്ദ്രമെന്നാണ്. അതുകൊണ്ടാണ് ഗസൻ ജനതയുടെ അഭയകേന്ദ്രം എന്നത് തെറ്റാണെന്നും അതുകൊണ്ടാണ് അവിടെ സൈനിക നടപടി നടത്തുന്നത് എന്നുമായിരുന്നു. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ വാദം ഇസ്രായേൽ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് തുടച്ചിരിക്കാനുള്ള അവസാനത്തെ കളിയിലാണെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് അക്രമം അവസാനിപ്പിക്കാൻ ഉത്തരവുണ്ടാകണമെന്നുമായിരുന്നു. ഇതേ ആവശ്യം സൗത്ത് ആഫ്രിക്ക ജനുവരിയിൽ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ദക്ഷിണാഫ്രിക്ക വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 16 ജഡ്ജിമാരുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സൗത്ത് ആഫ്രിക്ക വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത് മനുഷ്യത്വത്തിന്റെ രക്ഷാധികാരിയായിട്ടാണ്. വാസ്തവത്തിൽ ഇത് ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനോട് റഫേൽ നിന്ന് വിട്ടുനിൽക്കാനും ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കാനും അതുവഴി അവർക്ക് അവരുടെ സഖ്യകക്ഷിയായ ഹമാസിന് സായുധമായ വിജയമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും അൽ ജസീറ കറസ്പോണ്ടന്റിന്റെ വാക്കുകൾ. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിന്റെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇസ്രായേൽ പറഞ്ഞത് സൗത്ത് ആഫ്രിക്ക ഹമാസിന്റെ സഖ്യകക്ഷിയാണെന്നും അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി കോടതിയിൽ വർക്ക് ചെയ്യുകയാണെന്നാണ്. സൗത്ത് ആഫ്രിക്ക ആരോപണത്തെ മുഴുവനായും തള്ളിക്കളഞ്ഞു. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിന്റെ മേധാവി സെയിൻ ഡാൻ ഗോർ പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം അന്താരാഷ്ട്ര കുറ്റകാര്യങ്ങളുടെ 4 കീസ് കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരികയായിരുന്നു. വ്യാഴാഴ്ചയിലെ വാദത്തിൽ ചൂണ്ടിക്കാണിച്ചത് അതിലേക്ക് നയിക്കുന്ന വ്യത്യസ്തങ്ങളായ തെളിവുകളെയാണ്. പ്രത്യേകിച്ച് ഗസയിൽ നിന്നും കണ്ടെത്തിയ കൂട്ടക്കുടിമാടങ്ങൾ, ആശുപത്രികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അതേപോലെ തന്നെ നിരന്തരം ആളുകൾ കൊല ചെയ്യപ്പെടുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അതിൽ കൂടുതൽ വശമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആദ്യം ഹാജരാകും മുതൽ ഇതുവരെയും ദക്ഷിണാഫ്രിക്കയുടെ നിലപാട് ഇത് മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണെന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇന്റർനാഷണലും ഒരു പരിധിവരെ ഈ നിലപാട് പിന്തുണച്ചിട്ടുള്ളതാണ്. ആ സംഘടനകൾ ഗസയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രയാസങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ അവിടെ ജീവിക്കുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിന്റെ ആരോപണങ്ങളെ വീണ്ടും നിരാകരിക്കുകയായിരുന്നു. അവർ കോടതിയോട് പറയുന്നത് കോടതിയുടെ സകല അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ഗസയിലെ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ്.